ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. നാളെ തുടക്കം എന്ന ചിത്രം റിലീസാവുകയാണ്. 7-ാം തീയതി, ആഗസ്റ്റ് 7-ാം തീയതി. മോഹൻലാലിൻ്റെ മകൾ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ്. വിസ്മയ മോഹൻലാലിൻ്റെ. ജൂഡ് ആൻ്റണിയാണ് സംവിധാനത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. വൻ വിജയമായിരുന്നു 2012 എന്ന സിനിമ. അതിനുശേഷമാണ് മോഹൻലാലിൻ്റെ മകളെ വെച്ച് സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ വിസ്മയ മോഹൻലാൽ കൂടാതെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനുണ്ട്, സായി കുമാറുണ്ട് ലീഡ് റോളിൽ, പഴയകാല നടൻ PG രവിയുണ്ട്. പ്രശസ്തരായ ഒരുപാട് പേരഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് തുടക്കം. കൂടാതെ മോഹൻലാലും വരുന്നത്. ട്രെയിലർ അവസാന ഭാഗത്താണ് മോഹൻലാൽ വരുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുടുംബ ചിത്രം, പിന്നെ ഒരു ത്രില്ലർ ചിത്രം മാതിരിയാണ് തോന്നുന്നത്. എന്തായാലും ട്രെയിലർ അതിഗംഭീരമായിട്ടുണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ നിഷ്കളങ്ക ഭാവം ഒക്കെ കാണുമ്പോൾ വളരെയധികം മികച്ച ഒരു അഭിനയമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ മകളാണല്ലോ എന്നുള്ള ഗുണം എന്തായാലും വിസ്മയിക്കുണ്ടാവും. ഈ സിനിമയുടെ വർക്കുകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് JNUവിൽ പാറ്റകളുടെ സമരം നടന്നത്. അപ്പോൾ ആ സമരത്തിന് വിസ്മയ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് അതിന് മേജർ രവി വന്ന് ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തു. മേജർ രവി പറഞ്ഞു, ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല, കുട്ടി രാഷ്ട്രീയം അറിയാണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് തള്ളി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സിനിമയുടെ ലോഞ്ചോടനുബന്ധിച്ചുള്ള ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ, സുചിത്ര, വിസ്മയ ഇവർ 3 പേരും വ്യക്തമായി പറഞ്ഞത്, വിസ്മയുടെ അഭിപ്രായം പറഞ്ഞത് അതുതന്നെയാണ്. ആ കുട്ടികൾക്കൊപ്പം തന്നെയാണ് സമരം ചെയ്തവർക്കൊപ്പം തന്നെയാണ് ഞാനിന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. മേജർ രവിയുടെ കാര്യം നോക്കുക. മോഹൻലാൽ പറഞ്ഞത്, ഞാൻ മക്കളെ വളർത്തിയത് അവരുടെ അഭിപ്രായം അവർക്ക്, എൻ്റെ അഭിപ്രായം വിസ്മയുടെ അഭിപ്രായത്തിന് വിസ്മയ ഉറച്ചു നിൽക്കട്ടെ എന്നാണ് മോഹൻലാലും സുചിത്രയും പറഞ്ഞത്. അതിനുശേഷം സംഘ് പ്രൊഫൈലുകൾ ഇവരെ ജിഹാദികളാക്കിയിരിക്കുകയാണ്. എന്തെല്ലാം മോശപ്പെട്ട കമൻറ്റുകളാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തള്ളശി, നായികയെ അഭിനയിക്കാൻ പറ്റാത്ത തടി കൂടിയ നടി, എന്തെല്ലാം അവരുടെ ബോഡി ഷേമിങ് വരെ ഈ സംഘ് പ്രൊഫൈലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാലിനും കുടുംബത്തിനും ഇങ്ങനെ ഒരു ഗതി സംഘപരിവാറിൽ നിന്ന് വരാനുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? എമ്പുരാൻ തൊട്ട് തന്നെ മോഹൻലാലിനോട് ഇവർക്ക് വിരോധമാണ്. എന്നിട്ടും അവർക്കിടയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എൻ്റെ മകൾ അത് രാഷ്ട്രീയ അറിയില്ല, അവൾ വിദേശത്ത് പഠിച്ചതാണ്, അതുകൊണ്ട് ഇനി ഇതിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയും. പക്ഷെ അവരതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്. അപ്പം ഏത് നിലയ്ക്കും ഈ ചിത്രത്തെ തിയേറ്ററിൽ പരാജയപ്പെടുത്തും എന്നാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ പറയുന്നത്. അവർ പറയുന്നത് ഈ ചിത്രം തിയേറ്ററിൽ ഓടില്ല, എങ്ങനെയായാലും ചിത്രം പരാജയപ്പെടും. അപ്പോൾ നിഷ്പക്ഷരായ നല്ലവരായ ഈ നാട്ടിൽ നന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം. നാളെയാണ് റിലീസ്, 7-ാം തീയതി. ഈ ചിത്രത്തിന് നമ്മൾ വൻ വരവേൽപ്പ് കൊടുക്കണം. ചിത്രം എന്തായാലും ഈ വർഷത്തെ ഓണച്ചിത്രങ്ങളിൽ വൻ വിജയമായിരിക്കാനാണ് സാധ്യത. ആദ്യമായി ഓണച്ചിത്രങ്ങളിൽ 7-ാം തീയതി ചിത്രമാണ്. പിന്നെ വരുന്നത് ദുൽഖറിൻ്റെ ഹയാം ഗെയിമാണ്, പിന്നെ പൃഥ്വിരാജിൻ്റെ ഖലീഫ, പിന്നെ നിവിൻ പോളിയുടെ ഒരു ചിത്രം കൂടിയുണ്ട്. എന്തൊക്കെയായാലും ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഫാമിലിക്ക് കാണാവുന്ന ഒരു നല്ല ചിത്രം ഇത് തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ചിത്രം
തിയേറ്ററിൽ പോയി കാണണം. ചിത്രത്തിന് വമ്പിച്ച വരവേൽപ്പ് കൊടുക്കണം. മോഹൻലാലിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോഹൻലാലിൻ്റെ ട്രെയിലറിൻ്റെ അവസാന രംഗത്താണ് കാട്ടുന്നത്. ഈ ആന്റണി പെരുമാറിൻ്റെ മകൻ്റെ ഭയങ്കര ആക്ഷൻ രംഗങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പോയി ക്രൈം ചിത്രം മാതിരിയാണ് തോന്നുന്നത്. കുടുംബസമേതം കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ്. ട്രെയിലർ കണ്ടിട്ടും ആന്റണി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എനിക്കാണ്. ഈ ചിത്രം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എനിക്കാണ് എന്നാണ്. അത്രയും ധൈര്യത്തോടുകൂടി ആന്റണി പറയണമെങ്കിൽ ആ പടം ഇങ്ങനെയുള്ള പടമായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ തിയേറ്ററിൽ എല്ലാവർക്കും ഒരുമിച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.